ഞാൻ 10 വർഷം ഈ ശുശ്രൂഷ ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ചെയ്തിട്ട് കേരളത്തിലുള്ള പ്രസിദ്ധമായ എല്ലാ ദൈവസഭകളിലും ഞാൻ പോയി പ്രസംഗിച്ചിട്ട് എന്നിൽ വസിക്കുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണെന്നും ആരും എന്നെ വിവേചിച്ചില്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മളൊരു കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോൾ കള്ളം എന്ന് പറഞ്ഞാൽ ഇച്ചല്ലായി നടക്കാത്ത കാര്യങ്ങൾ, പക്ഷെ ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല. കാരണം ഒരു കള്ളപ്രവാചകൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കുമുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ഇതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു അല്ലേ? ഈ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രോഫസീസും എല്ലാം പ്രൊഫറ്റിക് എൻകൗണ്ടർ വിത്ത് അപ്പോസ്റ്റൽ സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞ് നേരെ ഒരു പറയുന്നത് ഞാനൊരു സ്ഥലം കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രോഫസീസ് ആണ് അഗെയിൻ വചനവിരുദ്ധമാണ്. ബൈബിളിൽ പറയുന്ന കൈൻഡ് ഓഫ് പ്രോഫസീസ് അല്ല അവിടെ കാണുന്നത്. പണത്തെ അല്ലെങ്കിൽ വെൽത്തിനെ എലിവേറ്റ് ചെയ്യുന്ന മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ so-called prophets. Alors ces soi-disant prophètes that reveal addresses and phone numbers qui and vous whatever. révèlent le numéro de téléphone, les adresses et autres choses. Ask yourself the question. Posez-vous la question suivante. What has this got to do with my redemption? Don't tell me my address. വചനം കൃത്യമായിട്ട് മുൻകൂട്ടി പറഞ്ഞാണ് അന്ത്യകാലത്ത് ഇങ്ങനെ കള്ളപ്രവാചകന്മാർ വരികയും അവർ അത്ഭുതങ്ങൾ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയണം, ഇവരുടെ പിന്നാലെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം പലരും ചോദിക്കും, ഇവർ പോകുന്ന മീറ്റിങ്ങുകളിൽ ആള് കൂടുന്നുണ്ടല്ലോ. കർത്താവ് പറഞ്ഞതാണ് ദേ വിൽ ലീഡ് മെനി എസ്ട്രേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഡിസെപ്ഷൻ ഈസ് അറ്റ് വർക്ക് എന്നും ആ ഒരു വഞ്ചനയുടെ ആത്മാവ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രോഫസിയെ പറ്റി സംസാരിച്ചു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഹൗ ഡസ് പ്രോഫസി ആസ് എ റോൾ ഫങ്ഷൻ, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ്? സോ one of the things that we clearly pointed out is that പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് സഭയിലേക്ക്, അല്ലെങ്കിൽ ദ പേർപ്പസ് ഓർ ദ ഓഡിയൻസ് ഈസ് ടു ദ ചർച്ചിലേക്കാണ് പ്രോഫസി. അതിൻ്റെ ക്ലിയർ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 3-ാം വാക്യം പെർട്ടിക്കുലർലി അതിൻ്റെ 3 ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം നാം കൃത്യമായിട്ട് സംസാരിച്ചത്, ഈ പ്രോഫസി എന്ന് പറയുന്നത്, പ്രവചനം എന്ന് പറയുന്നത് ഒരിക്കലും വചനത്തിനോട് തുല്യമോ വചനത്തിന് മീതെയോ നിൽക്കുന്ന ഒന്നല്ല, വചനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന, ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ദി അതോറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ നാം കാണുകയുണ്ടായി. അപ്പോൾ അവിടെ തന്നെ ഈ പ്രോഫറ്റ്സ് എന്ന യൂസേജ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ പ്രോഫറ്റ്സും അപ്പോസ്റ്റൽസും എന്ന ആ കാറ്റഗറി അല്പം കൂടെ ഇപ്പോഴത്തെ ഈ ന്യൂ അപ്പോസ്റ്റോളിക് റെഫർമേഷൻ ആ മൂവ്മെന്റിന്റെ ബേസിസിൽ അല്പം കൂടെ അൺപാക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിനൊരു സ്പോയിലറായിട്ട് പറയട്ടെ, ലാസ്റ്റ് വീഡിയോ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, പ്രോഫറ്റ്സ് എന്ന ആ യൂസേജ് തന്നെ പുതിയ നിയമത്തിൽ 2 അർത്ഥവും വരുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോസ്റ്റലിനും 2 അർത്ഥവും വരുന്നുണ്ട്. ഒന്ന്, ഒരു കണ്ടിന്യൂയിങ് ഫംഗ്ഷൻ വിത്തിൻ ദ ചർച്ച്. 2, ആദ്യ നൂറ്റാണ്ടിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫൗണ്ടേഷണൽ റോൾ വചനം എഴുതിയ യോഹനാൻ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്, ഇവർക്കൊക്കെ വെളിപ്പെട്ട ദാറ്റ് കൈൻഡ് ഓഫ് റെവലേഷൻ ദാറ്റ് വാസ് എക്സ്ക്ലൂസീവ്. അത് 1-ാം നൂറ്റാണ്ടിലേക്ക് മാത്രം, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ മാത്രം ഫൗണ്ടേഷൻ, ക്രിസ്തു എന്ന മൂലക്കല്ലും ഈ അടിസ്ഥാനത്തിന് മേൽ പണിയപ്പെടുന്നു എന്ന് നാം സംസാരിക്കുകയുണ്ടായി. സോ ഇവിടെ ആഫ്റ്റർ ഹാവിങ് കവർഡ് ഓൾ ദിസ്, ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം, പ്രവചനങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, പുതിയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു നിർദ്ദേശമാണ് പ്രവചനങ്ങളെ വിവേചിക്കുക. ടെസ്റ്റ് ദ പ്രോഫസീസ്. അത് മാത്രമല്ല, ടെസ്റ്റ് ദ സ്പിരിറ്റ്സ്. ഇപ്പം ആശിഷ, പഴയ നിയമത്തിൽ നാം പ്രവാചകന്മാരെ പറ്റി പറയുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈസ് ദാറ്റ് ഇക്വിവാലന്റ് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്? അതെ, പഴയ നിയമം നമ്മൾ പരിശോധിച്ചാൽ, എസ്പെഷ്യലി ആവർത്തന പുസ്തകം 13-ാം അധ്യായം 18-ാം അധ്യായത്തിൽ 2 ഡെഫിനറ്റ് ടെസ്റ്റ് അവിടെ വെക്കുന്നുണ്ട്. നമ്പർ 1, ഒരു പ്രവാചകൻ എന്തേലും ദൈവം പറയുക എന്ന് പറഞ്ഞിട്ട് അത് നടക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കള്ളപ്രവാചകനാണ്. നമ്പർ 2, ഒരു പ്രവാചകൻ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ആ അത്ഭുതം ചെയ്തിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന പഠിപ്പീരുകൾ അത് വചനത്തോട് നിൽക്കുന്ന പഠിപ്പീരല്ല എങ്കിൽ, അത് വചനത്തിനെതിരെ പോകുന്ന പഠിപ്പീരാണെങ്കിൽ, അത് ഹെറസി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു കള്ളപ്രവാചകനാണ്. അപ്പം അവിടെ ഭാവി കൃത്യമായിട്ട് പറയുന്നതല്ല ഒരു പ്രോഫറ്റ്. കാരണം പലപ്പോഴും നമ്മുടെ മൈൻഡിലൊരു തെറ്റിദ്ധാരണയുണ്ട് ദാറ്റ് ഈ മറ്റു മതങ്ങളിലൊക്കെ ജ്യോതിഷിന്റെ കാര്യമൊക്കെ പറയുന്നു അതിന് തുല്യമായ ഒരു ഫംഗ്ഷനാണ് ബൈബിളിലെ പ്രവാചകൻ എന്ന്, ഭാവി കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ആളെന്ന്. അതെ, അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, നമ്മളൊരു കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോൾ കള്ളം എന്ന് പറഞ്ഞാൽ ഇച്ചല്ലായി നടക്കാത്ത കാര്യങ്ങൾ, പക്ഷെ ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല. കാരണം ഒരു കള്ളപ്രവാചകൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കുമുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ഇതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു അല്ലെ? പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചാലും ആഹാബിനെ എൻറ്റൈസ് ചെയ്യാനായിട്ട് ഈ കള്ളപ്രവാചകന്മാരുടെ
മീതെ ഒരു കള്ള സ്പിരിറ്റ് വരുന്നുണ്ട്, ലൈങ് സ്പിരിറ്റ്. അങ്ങനെ പല ഇടത്തും നമുക്ക് ഇതിനെക്കുറിച്ച് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിലതൊക്കെ നടക്കാം, ചിലതൊക്കെ ശരിയായിരിക്കാം. ഓക്കെ, ആ ഒരു നോളജ് ഒരു സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റിന് തീർച്ചയായിട്ടും കിട്ടും അല്ലെ. നമ്മുടെ പാസ്റ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതൊക്കെ ഒരു സ്പിരിറ്റിന് അവൈലബിൾ. ബിക്കോസ് വി ആർ ടോക്കിംഗ് ദിസ് ഫ്രം എ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഈ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ തന്റെ സ്വന്തം കാര്യങ്ങൾ വായിക്കാം, ഫ്രോം ഹിസ് ഓൺ വേർഡ്സ്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഇൻ ചാപ്റ്റർ 23 യിരെമ്യാവ് പറയുന്നുണ്ട്, ദേ സ്പീക്ക് വിഷൻസ് ഓഫ് ദിയർ ഓൺ മൈൻഡ്സ്, നോട്ട് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. അവർ തന്നെ കാണുന്ന ചില സ്വപ്നങ്ങൾ അവർ തന്നെ വ്യാഖ്യാനിച്ച് പറയുക, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ദേ ആർ ജസ്റ്റ് സേയിങ് ദാറ്റ് ഐ സോ വിഷൻ. അപ്പം ഇതിനകത്ത് രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന് ഒരു ഹ്യൂമൻ ഫാക്ടർ, തന്റെ നോളജിൽ നിന്നും തന്റെ വിസ്ഡത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ. നമ്പർ 2, ദർ ഇസ് എ സ്പിരിറ്റ് ബിഹൈൻഡ് ദിസ്, റൈറ്റ്? സോ അത് തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ വന്നാലും വായിക്കാൻ പറ്റും. കാരണം പുതിയ നിയമത്തിൽ ക്ലിയർ ആയിട്ട് പൗലൂസ് പറയുന്ന പൗലൂസും പറയുന്നുണ്ട്, യോഹന്നാനും 1 യോഹന്നാൻ പറയുന്നുണ്ട്, ടെസ്റ്റ് ദ സ്പിരിറ്റ്സ്. അതെ, ഈവൻ ഇൻ ഫസ്റ്റ് തെസ്സലോനിയൻസ് ടെസ്റ്റ് എവറി സ്പിരിറ്റ്. കാരണം ആത്മാവെന്ന് പറയുന്ന എല്ലാ ആത്മാക്കളും ദൈവാത്മാവ് അല്ല, ഇറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്. സോ അതുകൊണ്ട് ഡിസേൺമെന്റ് ഇസ് ദ കീ ഇയർ അല്ലെ. ഒരാൾ പ്രവചനം പറഞ്ഞു, അത് നടന്നു, അല്ലെങ്കിൽ അത് നടന്നില്ല, അല്ലെങ്കിൽ അത് ബാഹ്യമായി നടന്നു, ദാറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഇയർ. ആ പ്രവചനം എവിടെ നിന്ന് വരുന്നു, അത് ആര് പറഞ്ഞു എന്നുള്ള ദിസ് തിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെ, ഡിസേൺ ദ സ്പിരിറ്റ്സ്, ആത്മാക്കളെ വിവേചിക്കുക. അപ്പം പ്രവചനങ്ങൾ മാത്രമല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇന്നും ഔട്ട് ഓഫ് ജെനുവിനായിട്ട് തന്നെ പല ആൾക്കാരും ഈ പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരെന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നേരെ പഴയ നിയമത്തിലെ ആ ഒരു ഭാഗത്തിലേക്ക് മാത്രമാകും പോകുന്നത്. മുൻകൂട്ടി ചില കാര്യം പറഞ്ഞ് നടക്കാതിരുന്നാൽ അദ്ദേഹം കള്ളപ്രവാചകൻ. പക്ഷെ അവിടെ പ്രവാചകൻ എന്ന ഡെഫിനിഷൻ തന്നെ ഭാവി പറയുന്ന ആളായിട്ട് മാത്രം ഒതുക്കുക. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മാത്രമല്ല, പ്രോഫറ്റ്സിന്റെ ഫംഗ്ഷൻ. ചില കാര്യങ്ങൾ പറഞ്ഞ് അത് നടന്നെന്നിരിക്കാൻ. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ ആശിട്ട് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ചില അത്ഭുതങ്ങൾ കാണിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയും ചെയ്താലും ദേ ക്യാൻ ലീഡ് യു അസ്ട്രേ. അതേ പദം എടുത്ത് പൗലൂസ് കള്ള അപ്പോസ്തലന്മാരെ പറ്റിയും കള്ള സുവിശേഷത്തെ പറ്റിയും വ്യാജ സുവിശേഷത്തെ പറ്റിയും 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലൂസ് പറയുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ അതേ പദമാണ് പറയുന്നത്, ദാറ്റ് യു വിൽ ബി ലെഡ് അസ്ട്രേ. സർപ്പം ഉപായത്താൽ ഔവയെ ചരിച്ച പോലെ നിങ്ങളെയും ക്രിസ്തുവിന്റെ ഡിവോഷനിൽ നിന്ന് അല്ലെ, ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നിന്ന് യു ക്യാൻ ബി ലെഡ് അസ്ട്രേ. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇവർ പറയുന്ന പഠിപ്പീരുകൾ, ഇവർ പറയുന്ന ഉപദേശം, അതാണ് അവർ ഏത് സ്പിരിറ്റ് ആണെന്ന് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറലായത് ആശാരി ഉപദേശിയുടെ മകൻ, അദ്ദേഹത്തിന്റെ പാസ്റ്റർ രാജൻ വിക്ടർ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. തീർച്ചയായിട്ടും. ലണ്ടൻ ക്രോയിഡോണിൽ ഒരു ദൈവസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് ഞാൻ വിളിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. പേര് വിളിച്ചപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയാണെങ്കിൽ ആ കൊച്ചിന്റെ പേര് ഇംഗ്ലീഷ് നെയിമാണ്. സഭയെല്ലാം സ്റ്റക്കായി. കാരണം ആ കുട്ടിയുടെ പേര് സഭയിൽ തന്നെ ഉള്ള എല്ലാവർക്കും അറിയത്തില്ല. മെയിൻസ് അസോസിയേറ്റ് പാസ്റ്റേഴ്സിന് മാത്രമേ ആ കുട്ടിയുടെ പേരും അറിയത്തുള്ളൂ. വേറെ ആർക്കും ആ പെൺകുട്ടിയുടെ പേര് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. സഭയെല്ലാം നിശ്ചലമായി. എന്തൊരു ദൂതാടെന്നാ പറയുന്നത്. പക്ഷെ അന്ന് എനിക്കറിയില്ല, ഞാൻ വഞ്ചകനും ചതീനമായ ദുഷ്ടന്റെ ആത്മാവിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ വചനമാണ് സംസാരിക്കുന്നത്. ഒരു ഉപദേശിയുടെ മകനായിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. വചനം പറയുന്നു, അനുഭവം പറയുന്നു. ആർക്കും വിവേചിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ 10 വർഷം ഈ ശുശ്രൂഷ ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ചെയ്തിട്ട് കേരളത്തിലുള്ള പ്രസിദ്ധമായ എല്ലാ ദൈവസഭകളിലും ഞാൻ പോയി പ്രസംഗിച്ചിട്ട് എന്നിൽ വസിക്കുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണെന്നും ആരും എന്നെ വിവേചിച്ചില്ലല്ലോ പ്രിയമുള്ളവരെ. ശുശ്രൂഷയ്ക്ക് ഒരു കോട്ടവും ഇല്ല. ഏത് ശുശ്രൂഷ ചെയ്യാം, ഏത് പള്ളിയിൽ പോയി പ്രസംഗിക്കാം, ആരും നമ്മളെ വിവേചിക്കില്ല. ഇദ്ദേഹം പറയുകയാണ് 10 വർഷം ഇദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്തു. ഇദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാത്ത പേരുകളൊക്കെ കൃത്യമായിട്ട് പേരുകൾ പറയും, അവരുടെ ലൈഫിനെ പറ്റി എല്ലാം പറയും. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു വഞ്ചകന്റെ ആത്മാവിൽ, ഡിസെപ്റ്റീവ് സ്പിരിറ്റിലാണ് ഇത് ചെയ്തത് കറക്റ്റാണ്. അതിന് പിന്നെ ഒരു സൂപ്പർ നാച്ചുറൽ എലിമെന്റും ഉണ്ട്. പക്ഷെ അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ആത്മാവല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്തപ്പോൾ ചില ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി എഴുതി, ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞാൻ പേഴ്സണലി അനുഭവിച്ചാണ്, ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ട് ചില കാര്യം എന്നെ പറ്റി പറഞ്ഞു. അതെങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ ഇവരുടെ എക്സാമ്പിൾസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത്. പക്ഷെ അത് മാത്രമല്ലായിരിക്കും, തീർച്ചയായിട്ടും ഒരു സ്പിരിറ്റ് ഈസ് വർക്കിംഗ്. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ഒരിക്കലും നെവർ, ആൻഡ് വി സേ ദാറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഗോഡ്സ് വേർഡ്, ഒരിക്കലും അത് അവർ ദൈവത്തിനുള്ള പ്രവാചകന്മാരാണെന്ന് തെളിയിക്കുന്നില്ല. അതിന്റെ പിന്നുള്ള ഡിസെപ്റ്റീവ് സ്പിരിറ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇവരുടെ പഠിപ്പീരുകൾ, ഇവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ കൃത്യമായിട്ട് വചനവിരുദ്ധമാണ്. തീർച്ചയായിട്ടും ഇവിടെ
ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു കൗണ്ടർ ഫീറ്റ് കറൻസി നോട്ട് എടുക്കുകയാണെങ്കിൽ ആ കൗണ്ടർ ഫീറ്റും ആ ഒറിജിനലും തമ്മിൽ അവിടെ അതിന്റെ എസെൻസ് കിടക്കുന്നത് എത്ര മാത്രം ഈ കൗണ്ടർ ഫീറ്റ് ഇസ് ക്ലോസ് ടു ദി ഒറിജിനൽ അല്ലേ. അപ്പൊ പലപ്പോഴും ഈ മിറക്കിൾസും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രവചനങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേന് വാവ് എന്ന് പറഞ്ഞ് ഒരിക്കലും പറയല്ലോ ഇത് ദൈവത്തിൽ നിന്നാണ് അല്ലെ. അത് തന്നെയാണ് ഈ പ്രിയ പാസ്റ്ററും പറയുന്നത്, ആർക്കും ഇത് വിവേചിക്കാൻ പറ്റിയില്ല, റൈറ്റ്. അത് തന്നെയാണ് നമ്മുടെ പല സഭകളും നടക്കുന്നത്. ഒരു പ്രവചനമോ അല്ലെങ്കിൽ ഒരു അത്ഭുതമോ കണ്ടു കഴിയുമ്പോഴത്തേന് അത് വിവേചിക്കാനുള്ള എന്താ പറയുന്നത് ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും വേണം. യെസ്, ഈ ഹോളി സ്പിരിറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ്. യെസ്. ആൻഡ് നമ്മൾ വായിക്കുന്നത് കർത്താവ് തന്നെ മുൻകൂട്ടി പറയുകയും അതിനും കൃത്യമായിട്ട് മുൻകൂട്ടി പറഞ്ഞാണ് അന്ത്യകാലത്ത് ഇങ്ങനെ കള്ളപ്രവാചകന്മാർ വരികയും അവർ അത്ഭുതങ്ങൾ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. പിന്നെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയണം, ഇവരുടെ പിന്നാലെ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം പലരും ചോദിക്കും, ഇവർ പോകുന്ന മീറ്റിങ്ങുകളിൽ ആള് കൂടുന്നുണ്ടല്ലോ. കർത്താവ് പറഞ്ഞതാണ്, ദേ വിൽ ലീഡ് മെനി അസ്ട്രേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഡിസെപ്ഷൻ ഈസ് അറ്റ് വർക്ക് എന്നും ആ ഒരു വഞ്ചനയുടെ ആത്മാവ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം വി ഷുഡ് ക്യാരി ഔട്ട് എ ക്വസ്റ്റ്യൻ ലൈക്ക്. തീർച്ചയായിട്ടും ഐ തിങ്ക് ആൾക്കാർ കൂടുന്നതുകൊണ്ട് ഡസൻ മീൻ ഇറ്റ്സ് ജെനുവിൻ അല്ലേ. ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്പീഡിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിലീജിയസ് ഫാക്ഷനാണ് മോർമോണിസം അല്ലേ. അതുകൊണ്ട് ദാറ്റ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് റൈറ്റ്. ഇവർ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഉള്ള കാര്യത്തിൽ ഒരു ഡിസേൺമെന്റ് ആവശ്യമാണ്. കാരണം ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്പർ 1 ഇസ് വാട്ട് ദേ ടീച്ച് അല്ലെ. അവരെന്ത് പഠിപ്പിക്കുന്നു. അപ്പൊ പഠിപ്പിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേന് നമ്മൾ പലപ്പോഴും ഇവരെയൊക്കെ ശ്രദ്ധിച്ച പ്രവാചകന്മാർ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഈസ് ഹെൽത്ത് വെൽത്ത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെ. അവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ ദൈവം നിനക്ക് അത് തരാൻ പോകണം ഇത് തരാൻ പോകണം. ഇവരുടെ ഇവൻ പ്രോഫസി പോലും പലപ്പോഴും ഈ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രോഫസീസും എല്ലാം പ്രൊഫറ്റിക് എൻകൗണ്ടർ വിത്ത് അപ്പോസ്റ്റൽ സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞ് നേരെ ഒരു പറയുന്നത് ഞാനൊരു സ്ഥലം കാണുന്നു അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള പ്രോഫസീസ് ആണ്. അഗെയിൻ വചനവിരുദ്ധമാണ്. ബൈബിളിൽ പറയുന്ന കൈൻഡ് ഓഫ് പ്രോഫസീസ് അല്ല അവിടെ കാണുന്നത്. പണത്തെ അല്ലെങ്കിൽ വെൽത്തിനെ എലിവേറ്റ് ചെയ്യുന്ന മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ. യെസ്. ഇവിടെ ഒരാളൊരു ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിനെതിരല്ല നമ്മൾ അല്ലെ. ചർച്ചിൽ ധനവാന്മാരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ചർച്ചിൽ വേർതിരിവ് പാടില്ല. പലപ്പോഴും നമ്മൾ ചർച്ചിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഒരു ഷെയറിങ് ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്, അതാണ് ചർച്ചിന്റെ ഒരു ഹോൾമാർക്ക് അല്ലെ. പക്ഷെ ഇവിടെ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇസ് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. ഐ തിങ്ക് നമുക്കതൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് തന്നെ ചെയ്യണ വരും. എന്തുകൊണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പൽ തെറ്റാണ്, മാത്രമല്ല ക്രിസ്ത്യൻഡത്തെ എത്രമാത്രം കറപ്റ്റ് ചെയ്തിരിക്കുന്നു ഈ റീസെന്റ് ഇയേഴ്സിൽ. നമ്പർ 1 അവർ എന്ത് പഠിപ്പിക്കുന്നു. നമ്പർ 2 ഇവരുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിൽ, യു ഷാൽ റെക്കഗ്നൈസ് ദം ബൈ ദെയർ ഫ്രൂട്ട്സ്. അവരുടെ ഫലങ്ങളിൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇവിടെ ഇത് ഈ പ്രോസ്പെരിറ്റി കണക്ട് ചെയ്ത് തന്നെ ഓക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ നമ്മൾ ഇവിടെ ഒരാളുടെ എക്സാമ്പിൾ എടുക്കണ്ട. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞൊരു വ്യക്തിയാണ് പ്രോഫറ്റ് ക്രിസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രോഫറ്റ് ക്രിസ് ഇന്ത്യയെ വരികയും അദ്ദേഹത്തെ കൊണ്ടുവന്ന ആളെ പറ്റിയൊക്കെയാണ് ലാസ്റ്റ് വീഡിയോ നമ്മൾ സംസാരിച്ചത്. അപ്പൊ ആ പ്രോഫറ്റ് ക്രിസ് പോലുള്ള ആൾക്കാരെ പറ്റി നിങ്ങൾ തന്നെ ഒന്ന് കൂടുതൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഹൗ മെനി ലാക്ക് ക്രോർസ് ഡോളേഴ്സ് ഇവരൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് ദാറ്റ് കനോട്ട് ബി പബ്ലിക്കലി ജസ്റ്റിഫൈഡ്. കാരണം ഇത് എവിടുന്ന് വരുന്ന പണമാണ്, ഇത് ആരുടെ പൈസയാണ്. പലപ്പോഴും പല രാജ്യത്തിലും ഇതിനൊന്നും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഇങ്ങനെ അമാസ് ചെയ്യുന്ന വെൽത്തിൽ. സോ അത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ ഫ്രൂട്ട്സ് എന്താണ്, ഇവരുടെ ടീച്ചിങ്സ് എന്താണ്, ഇവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പ്രവാചകനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരിക്കലും പറയില്ല ദൈവം അവരെ അനുഗ്രഹിച്ചാന്ന്. ദൈവം അവരെ അനുഗ്രഹിക്കുന്നത്, ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്ന മറ്റൊരാളുടെ വെൽത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടല്ല അല്ലേ. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് ആക്ച്വലി ബി അവെയർ ഓഫ്. പിന്നീട് NIR മൂവ്മെന്റിനെ പറ്റി നമ്മൾ അധികം സംസാരിക്കുമ്പോൾ ഇവർക്ക് ചില ഡോക്ട്രിൻസും ഉണ്ട്, ഈ ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് എന്നൊക്കെ പറയുന്നത്. അതായത് ലോകത്തിന്റെ വെൽത്ത് നേരെ സഭയിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന അത്രയും ഐഡിയോളജീസ്. ഈ പ്രോഫറ്റ് ക്രിസിന്റെ കാര്യം ഞങ്ങൾ പറയുമ്പോൾ ഓർക്കണം, അവിടുന്നൊക്കെ ഇമ്പാർട്ടേഷൻ ലഭിച്ചാണ് നമ്മുടെ നാട്ടിൽ പ്രോഫിറ്റ്സും അപ്പോസ്തലന്മാരും ഒക്കെ ചലിക്കുന്നത്. ഈ നാട്ടിലെ അപ്പോസ്തലന്മാരെയും പ്രോഫിറ്റ് ഈ ആൾക്കാരെ പറ്റിയൊക്കെ
കൂടുതൽ ഇന്റർനെറ്റിൽ അന്വേഷിച്ചാൽ അവരുടെ ഹിസ്റ്ററി അവർക്കെതിരെയുള്ള അലിഗേഷൻസും ഒക്കെ കാണുവാൻ കഴിയും. ഇപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വന്ന് നിങ്ങൾ കണ്ടു കാണും. ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ വീഡിയോസിലെല്ലാം അദ്ദേഹം കാണുന്ന ആൾക്കാരെ ഈ കൈൻഡ് ഓഫ് പ്രോഫസീസ് ആണ് പറയുന്നത്. പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ ഡെസ്പറേറ്റ്, ആ ഗ്രീഡിനെയാണ്, ആ ദിവ്യാഗ്രഹത്തെയാണ് ഇവർ മുതലെടുക്കുന്നത്. അത് മാത്രമല്ല ലാസ്റ്റ് പറഞ്ഞു അവരുടെ നീഡ്, വളരെ ഹെൽപ്ലെസ്. അങ്ങനെ ഒരു പയ്യൻ അദ്ദേഹത്തിന്റെ ആ സെന്ററിലേക്ക് വരികയും ആ ഇഷ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഇഷ്യൂ നമ്മൾ അറിഞ്ഞത്, പക്ഷെ ഇങ്ങനെ എത്രയോ ഇഷ്യൂസ് നമ്മൾ അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അല്ലേ. ആൻഡ് ആഷിൻ, എനിക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പലപ്പോഴും ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് ആണ് ഈ മറ്റ് മതങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ചൂഷണങ്ങളൊക്കെ നിലനിൽക്കുന്ന മതങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വന്നു പെടും. അപ്പോൾ ഇവരാണ് എന്താ പറയുന്നത്, ഓൾ ഇൻ ഓൾ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ വാക്കാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് തലമുണ്ട് ആശിച്ച് പറഞ്ഞ പോലെ. ഒന്ന് സ്പിരിച്വൽ തലം, ടെസ്റ്റ് ദ സ്പിരിറ്റ്സ്. രണ്ടൊരു മാനുഷിക തലം. ഇതിനേക്കാളൊക്കെ കൃത്യമായിട്ട് മെന്റലിസ്റ്റുകളുടെ വീഡിയോസ് ഒക്കെ കണ്ട് അവര് കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്പിരിറ്റ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എനിക്കൊന്ന് ചില കാര്യങ്ങളൊക്കെ അല്പം കോമൺ സെൻസ് മാത്രം മതി. കഴിഞ്ഞ വീഡിയോസിലും നാം ക്ലിയർ എവിഡൻസോടുകൂടെ തന്നെ കാണിച്ചതാണ്. അത് ചില എക്സാമ്പിൾസ് മാത്രമാണ്. ഞങ്ങൾക്ക് അതിൽ ആശിഷാണ് അത് ഇരുന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും എനിക്കൊന്ന് കുറെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ അധികം എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു ഫീൽഡ് അതല്ല. ഇറ്റ്സ് നോട്ട് വൈ വി ഡു ഇറ്റ്. ഇത് ജെനുവൻലി ഉള്ള വിശ്വാസികൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനാണ്, എന്തുകൊണ്ടാണ് ഇത് ഫേക്ക് ആണെന്ന് തെളിയിക്കാനായിട്ടാണ്. ഇത് മൈക്ക് വിംഗറൊക്കെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഇങ്ങനെ ആൾക്കാരുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ എവിടെ കണ്ടാലും ഒരാളുടെ പേര് പറഞ്ഞ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞ്, ബർത്ത്ഡേ പറഞ്ഞ്, പട്ടിയുടെ പേര് പറഞ്ഞ്, എന്താ ജോലി എന്നൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ വിചാരിച്ചു ഇത് ഇന്റർനെറ്റിൽ നിന്ന് എവിടെ നിന്നോ കിട്ടിയ ഇൻഫർമേഷൻ, ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിൽ നിന്ന് കിട്ടിയതാണ്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ക്യാൻ പേ ടു ഗെറ്റ് ഇൻഫർമേഷൻ അല്ലേ. അങ്ങനെയും ദർ ആർ മെത്തേഡ്സ്. സോ അങ്ങനെ ഒരാളുടെ ഇൻഫർമേഷൻ എടുക്കാം. ബട്ട് വെരി റീസെന്റ് മൈക്ക് വിംഗറിന്റെ ഒരു എക്സാമ്പിളിനകത്ത് അദ്ദേഹം ഒരു സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവര് ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ആ ഫേക്ക് പ്രൊഫൈൽ ഒരു പ്രോഫിറ്റിന്റെ നോട്ടീസിൽ കൊണ്ടുവന്നു. അദ്ദേഹം ആ സിറ്റിയിലേക്ക് വരും, അദ്ദേഹം പട്ടണത്തിലേക്ക് ഒരു മീറ്റിംഗിന് വേണ്ടി വന്നപ്പോഴത്തേന് ഇവർ ആ ഒരു പോസ്റ്റിന് താഴെ കമന്റ് അടിച്ച് ഐ എം എക്സൈറ്റഡ്, ഇന്നത്തെ ഈവനിങ്ങിൽ ആ മീറ്റിംഗിൽ വരാൻ എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിച്ച ഇദ്ദേഹത്തെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇവർ ആ മീറ്റിങ്ങിന് പോകുന്നില്ല. അവർ വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ഈ പ്രോഫിറ്റ് ഇവരുടെ പേര് പറയുന്നു. ഈ പ്രൊഫൈലിലുള്ള പേരാണ്, ഈ പ്രൊഫൈലിന്റെ പേര് ഫേക്ക്, ഇത് ഫേക്ക് അക്കൗണ്ട്. ആ പേര് പറയുന്നത് അതിനകത്ത് ബർത്ത് ഡേറ്റ് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ ഇല്ല. The next one I got was I saw the 10th of June and I had my wife's name Sarah. I had Sarah on the 10th of June. സോ അങ്ങനെ അദ്ദേഹത്തെ സെറ്റപ്പ് ചെയ്യുന്നു. സോ ഇറ്റ്സ് വെരി ക്ലിയർ ഇവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന എവിടെ നിന്നാന്ന് തീർച്ചയായിട്ടും അറിയാം. പക്ഷെ ഇതൊരു ബേസിക് കാര്യമാണ്. ഇതിനൊരു കോമൺ സെൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് ഡിസൈൻമെന്റിന്റെ പോലും ശരിക്കും പറഞ്ഞ ആവശ്യമില്ല. പക്ഷെ ആ ഒരു സ്കെയിൽ ഓഫ് ഡിസെപ്ഷൻ ആണ്. പിന്നെ ഈ മൈക്ക് വിംഗറിന്റെ കാര്യം പറഞ്ഞു. മൈക്ക് വിംഗർ നിങ്ങൾ ഉറപ്പായിട്ടും യു ഹാവ് ടു വാച്ച് മൈക്ക് വിംഗർ കണ്ടന്റ്. ആശിഷ, മൈക്ക് വിംഗർ ഇതുപോലെ പല ആൾക്കാർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂറിനധികമുള്ള ഒരു എക്സ്പോസ് അദ്ദേഹത്തിന്റെ യൂട്യൂബിലുണ്ട് ബെന്നി ഹിന്നെ പറ്റി. ബെന്നി ഹിൻ ഇന്ത്യയിൽ വന്നപ്പോൾ, ബോംബെ വന്നപ്പോൾ ഞങ്ങൾ ഐ തിങ്ക് വി വർ 6-8 years old at that time. ആ സമയത്ത് ഞങ്ങൾ പോയ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തതാണ്. അപ്പം ബെന്നിഹിനും ദർ ഇസ് ഓൾസോ എ സ്പിരിറ്റ് അറ്റ് വർക്ക്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു ടെസ്റ്റാണ് ലൈഫ് സ്റ്റൈൽ ടെസ്റ്റ്. ബെന്നിഹിനെ പറ്റി നിങ്ങൾ തന്നെ ഗൂഗിളിൽ അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ പേഴ്സണൽ ലൈഫ് ഒക്കെ വായിച്ചു നോക്കിയാൽ, അതിനെപ്പറ്റി ഞങ്ങൾ അധികം പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ ബ്രദറിന്റെ മകൻ കോസ്റ്റി ഹെൻ, അദ്ദേഹം ഇപ്പോഴൊരു പാസ്റ്ററാണ്. പക്ഷേ ഈസ് ഔട്ട് ഓഫ് ദ മൂവ്മെന്റ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ടായി, ഇറ്റ്സ് അബൌട്ട് പ്രോസ്പെരിറ്റി ഗോസ്പൽ. അതിനകത്ത് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവര് ബോംബെ വന്ന കാര്യം ഇവര് എഴുതുന്നുണ്ട്. അവര് ബോംബെ വന്നപ്പം ഇവരൊക്കെ അഷേഴ്സ് ആണ്. ഇവര് നമുക്ക് ക്യാമറയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഇദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈസ് പാർട്ട് ഓഫ് ദം. അപ്പോൾ ഓർക്കണം, ഇവരിൽ നിന്നൊക്കെ ഇമ്പാർട്ടേഷൻ ലഭിച്ചെന്നാണ് നമ്മുടെ നാട്ടിൽ പല അപ്പോസ്തലന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഒരു അപ്പോസ്തലന്റെ വീഡിയോ ഞാൻ കാണുക. അപ്പോൾ അദ്ദേഹം ബെന്നിഹിനും ആ വീഡിയോയിൽ തന്നെ 2 പേര് NIR മൂവ്മെന്റിന്റെ കേരളത്തിൽ 2 പ്രോമിനന്റ് ആൾക്കാരാണ്. അവർ തമ്മിൽ ഇമ്പാർട്ടേഷനെ പറ്റി, ഇവരുടെ സോ കോൾഡ് ഇമ്പാർട്ടേഷനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ ബെന്നിഹിനെ പറ്റി ഒത്തിരി പൂഴ്ത്തി പറയുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന്
അദ്ദേഹത്തിന് ലഭിച്ച ഇമ്പാർട്ടേഷനെ പറ്റിയൊക്കെ. അപ്പോൾ എവിടെ നിന്നാണ് ഈ സ്പിരിറ്റ് ഇമ്പാർട്ട് ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹത്തിന്റെ പിന്നിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉള്ള അപ്പോസ്തോലിന്മാരുടെ പിന്നിലുള്ള ഇമ്പാർട്ടേഷൻ എവിടെയാണ്. പക്ഷെ ഈ ബെന്നിഹിൻ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇഷ്ടംപോലെ പഠിപ്പിച്ചെന്ന് പറഞ്ഞൊരു മനത്തിരിവുണ്ടായി. അദ്ദേഹം അതിനുവേണ്ടി ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോയും നിങ്ങളൊരു ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഇടയ്ക്ക് വന്ന ആശിഷെ ഈ സോർട്ട് ഓഫ് കള്ളപ്രവചനങ്ങളെ പറ്റി അദ്ദേഹം പബ്ലിക്കലി പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള ആൾക്കാരെ ഹി കൈൻഡ് ഓഫ് എക്സ്പോസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞതൊന്ന് കേട്ട് നോക്കാം. So-called prophets Alors, ces soi-disant prophètes that reveal addresses and phone numbers qui and vous whatever. révèlent le numéro de téléphone, les adresses et autres choses. Ask yourself the question. Posez-vous la question suivante. What has this got to do with my redemption? Don't tell me my address. സോ പോയിന്റഡ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഇവരുടെ തന്നെ ആചാര്യന്മാരിൽ ഒരാളാണ് ബെന്നിഹിൻ. അദ്ദേഹം ചോദിക്കുന്നത് ഞങ്ങൾ തന്നെ പലതവണ ഈ വീഡിയോസിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫോൺ നമ്പർ, പാസ്പോർട്ട് നമ്പർ, പട്ടിയുടെ പേര്, ഫേസ്ബുക്കിലെ മറ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ, ബെന്നിഹിൻ പറയുകയാണെങ്കിൽ, ഇതൊക്കെ ഒരാൾ വിളിച്ച് പറയുകയാണെങ്കിൽ ആസ്ക് യുവർ സെൽഫ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇറ്റ് ഡു ഫോർ മൈ എഡിഫിക്കേഷൻ? ഓർക്കണം, 1 കൊരിന്ത്യർ 14-3 വാക്യത്തിൽ പ്രവചനങ്ങളുടെ 3 പർപ്പസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എഡിഫിക്കേഷൻ, അല്ല ആത്മീയ വർധനവ്. ആ എഡിഫിക്കേഷന് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഈ പാസ്പോർട്ട് നമ്പർ, ഫോൺ നമ്പർ? കഴിഞ്ഞ വീഡിയോയിലും കേരളത്തിൽ ആ ഒരു കളപ്രവാചനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പാസ്പോർട്ട് നമ്പർ വിളിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും അത് പബ്ലിക്ലി റിവീൽ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അല്ല. ഇറ്റ്സ് നോട്ട് ലീഗൽ. യെസ്. പ്ലസ് പരിശുദ്ധാത്മാവ് ഈസ് എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ഒരിക്കലും അങ്ങനത്തെ ഒരു പരിജ്ഞാനം ഇല്ലാത്ത പരിപാടി പരിശുദ്ധാത്മാവ് ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെ ചെയ്യിപ്പിക്കത്തില്ല. അപ്പം ഇതിന്റെ പിന്നിലുള്ള സ്പിരിറ്റ് എന്താണ്, ഇതിന് പിന്നിലുള്ള ടാക്ടിക്സ് എന്താണെന്നും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ബെന്നിഹിൻ ചോദിച്ച ആ ഒരു ചോദ്യം, അത് ഐ മീൻ ഓൺ ദിസ് വി ക്യാൻ അഗ്രി വിത്ത്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേനെ പല വീഡിയോസും നമ്മൾ കാണും ഇവരുടെ പ്രൊഫസി ബിറ്റ്സ്. വൈ ആർ യു ഡൂയിങ് ഇറ്റ്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ ഒരാളുടെ പേഴ്സണലി ഒരു കാര്യം പറയുന്നു, അത് പ്രൊഫസി ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് വീഡിയോ ആക്കി ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ക്ലിപ്പാക്കി യൂട്യൂബിൽ ഇടുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു? ക്ലിയർലി ഒരു ബിസിനസ് ആണ്. ഈ ബൈറ്റ്സ് ആയിട്ട് ടാക്ടിക് ആണ്, ബിസിനസ് ആണ്. പ്രോഫറ്റിക് എൻകൗണ്ടർ വിത്ത് പ്രോഫിറ്റ് സോ ആൻഡ് സോ. നിങ്ങൾക്ക് സോ നമ്പർ 1. നമ്പർ 2, ഇപ്പം ചില ആൾക്കാരൊക്കെ ചില പ്രൊഫസി ചെയ്യുന്നു, ഒരു വീടിന്റെ അഡ്രസ്സ് വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരാണ് ആൾക്കാരെ ചിലപ്പം അവർക്ക് അറിയത്തില്ലായിരിക്കും. ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് തപ്പിയ അല്ലെങ്കിൽ കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഡോണ്ട് ബി ഫൂൾഡ്. പുതിയ നിയമത്തിൽ എവിടെയും നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം പല പുഷ്ബാക്കും വരും. പ്ലീസ് ഓപ്പൺ യുവർ ഗോഡ്സ് വേർഡ്. അതിന്റെ ബേസിസിൽ എവിടെയെങ്കിലും ഈ രീതിയിലുള്ള പ്രവചനങ്ങൾ, പാസ്പോർട്ട് നമ്പറും ഇത്തിരി ഡീറ്റെയിൽസും പറയുന്ന പബ്ലിക് ആക്കുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ യു വിൽ നോട്ട് ഫൈൻഡ് ഇൻ സ്ക്രിപ്ചർ. ആൻഡ് പ്രൊഫസിയുടെ റോള് പലവണ ഓൾറെഡി പറഞ്ഞു. ഇൻഫാക്ട് വെളിപ്പാട് പുസ്തകത്തിൽ തൈത്തരയിലുള്ള സഭയിലേക്ക് എഴുതുമ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് അവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കുകയും പാപത്തെ എക്സ്പോസ് ചെയ്യുകയും ആ ഒരു കറക്ഷനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഇത്തിരി ഡീറ്റെയിൽസ്, അനാവശ്യമായ യൂസ്ലെസ് ഡീറ്റെയിൽസ് പറയുകയും ആശിഷ് പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇവരുടെ തന്നെ ബിസിനസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ഇവരുടെ ലൈഫ് സ്റ്റൈൽ, നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞ് അവരുടെ ഒരു ആ ബിസിനസ്സിലേക്ക് ആൾക്കാർ പിന്നെയും വരുവാൻ. കാരണം മതം എന്ന് പറഞ്ഞ എക്കാലത്തും മതം ഇൻ ദ ബിസിനസ് സെൻസ് ആൾക്കാരെ ഡിസീവ് ചെയ്യുകയും അതൊരു കച്ചവടമാക്കി തീർക്കുവാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സംഭവമാണ്. അത്രയും ആൾക്കാരാണ് യേശു തന്നെ കൃത്യമായിട്ട് ശകാരിക്കുകയും ഹി കോൾഡ് ദം ഔട്ട് ഫോർ വാട്ട് ദേ ഡിഡ്.